പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ കർത്താവേ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധ മോണിക്ക പുണ്യമതിയുടെ മധ്യസ്ഥതയിലും വിശുദ്ധ അഗസ്തീനോസിന്റെ പ്രത്യേകമായ സാന്നിധ്യ സംരക്ഷണത്തിലും മധ്യസ്ഥതയിലും ആശ്രയിച്ചുകൊണ്ട് മാതാപിതാക്കളായ ഞങ്ങൾ മക്കൾക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയിൽ അതിശക്തമായി ഇടപെട്ടുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും ആധിപത്യങ്ങളെ, അധികാരങ്ങളെ, അവകാശങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് കർത്താവെ, അങ്ങേക്ക് വേണ്ടി, സ്വർഗത്തിനു വേണ്ടി മക്കളെ നേടിയെടുക്കുവാനും വളർത്തുവാനും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. മക്കളുമായിട്ട് ബന്ധപ്പെട്ട ഇവരുടെ വേദനകളും നൊമ്പരങ്ങളും കണ്ണുനീരും എല്ലാ പ്രാർത്ഥനകളും ഈശോയെ വലിയ കൂട്ടായ്മയില് അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ ശക്തമായ ഇടപെടലും അതിസ്വാഭാവികമായ കൃപകളും കുരിശിലെ ബലിയുടെ അനന്ത യോഗ്യതകൾ നിറച്ച് യഥാർത്ഥമായ രക്ഷയിലേക്കും വിടുതലിലേക്കും ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബങ്ങളെയും ആനയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മാതാവേ, പിതാവേ, തിരു കുടുംബത്തിന്റെ ചൈതന്യം, സ്നേഹം, ജ്ഞാനം എല്ലാം നിറഞ്ഞ് ഞങ്ങളുടെ കുടുംബങ്ങള് മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നമ്മുടെ മധ്യസ്ഥത്തിൽ നമുക്ക് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് നമ്മൾ പോകുമ്പോൾ ഒത്തിരിയേറെ അധികാരത്തോടെ, ശക്തിയോടെ, അഭിഷേകത്തോടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ചില ഡെലിവറൻസ്, ബഹിഷ്കരണ പ്രാർത്ഥനകളും ആ മക്കളെ സംരക്ഷിച്ചു പിടിക്കുന്ന ശക്തമായ സംരക്ഷണ പ്രാർത്ഥനകളും നമ്മൾ അതിശക്തമായിട്ട് ചെയ്യേണ്ടതിന്റെ ആവശ്യകത നാം തിരിച്ചറിയുകയാണ്. ഓരോരോ അടിമത്തങ്ങള്, ഓരോരോ ബന്ധനങ്ങള്, ഓരോരോ കെണികള്, പൈശാചിക വശീകരണ ശക്തികളും യന്ത്രങ്ങളും, അതുമായിട്ട് ബന്ധപ്പെട്ട ലഹരിയുടെ മാഫിയകള്, ലഹരിയിലൂടെ വശീകരിച്ച് അനേക മക്കളെ തകർത്ത് നശിപ്പിച്ച് ഇല്ലാതാക്കുന്ന പിശാചിക പ്രവർത്തികള് എല്ലാം കൂടി നിറയപ്പെട്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി ഈ രണ്ട് കാര്യങ്ങൾ പ്രാർത്ഥിക്കണം. എന്ത്? ബഹിഷ്കരിക്കാനും അതോടൊപ്പം തന്നെ സംരക്ഷണത്തിന്റെ പ്രാർത്ഥനയും പ്രാർത്ഥിച്ചും നമ്മുടെ മക്കളെ സുരക്ഷിതരായിട്ട് പിടിക്കണം. നമ്മള് ഒരിക്കൽ കൂടി എന്ന പോലെ ധ്യാനിക്കുന്ന, ചിന്തിക്കുന്ന, പ്രാർത്ഥിക്കുന്ന വിഷയം മൊബൈലിന് അടിമപ്പെട്ടു പോയ മക്കൾക്ക് വേണ്ടിയാണ്. ഇന്ന് ഒത്തിരിയേറെ മാതാപിതാക്കൾ, നമുക്കറിയാം, ആ കോവിഡും അനുബന്ധമായ ഓൺലൈൻ ക്ലാസ്സും ഓൺലൈൻ ആയിട്ടുള്ള കാര്യങ്ങൾ വന്നപ്പോ എല്ലാവരുടെ കയ്യില് ഈ മൊബൈൽ എന്ന പൈശാചികമായ ഒരു സ്വാധീന ശക്തി, അടിമത്വമായിട്ട് കടന്നു വരാൻ തുടങ്ങി. ഞാൻ പറയും, ഒരു മദ്യത്തിനേക്കാളും ഒരു മയക്കുമരുന്നിനേക്കാളും വലിയ അഡിക്ഷനാണ്, അടിമത്വമാണ് ഈ മൊബൈലിന്റെ മേഖല. ഇന്ന് പ്രായഭേദമന്യേ എല്ലാവരെയും എന്ന പോലെ കുടുക്കിയിട്ടിരിക്കുന്ന വലിയൊരു പിശാചാണ് ഈ മൊബൈൽ അടിമത്വം. പ്രത്യേകിച്ച് നമ്മുടെ മക്കളെ കുറിച്ച് ഒന്ന് പറഞ്ഞ രണ്ടാം വാക്കിന് എല്ലാ മാതാപിതാക്കളും പറയുന്ന കാര്യമാണ്, അച്ഛാ 24 മണിക്കൂറും എന്ന പോലെ ഈ മകൻ, ഈ മകൾ മൊബൈലിന്റെ പിടിയിലാണ്, അടിമത്വത്തിലാണ്. അച്ഛൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇതിന് പിന്നിലുള്ള ഡാർക്ക് വെബിനെ കുറിച്ച്. പ്രിയപ്പെട്ടവരെ, ഈ ഗെയിമുകളും ഈ സിനിമകളും ഈ വക പൈശാചികമായ പ്രവൃത്തികളും അടിമത്തത്തിലേക്ക് നയിക്കുന്ന വശീകരണ ശക്തികൾ കൊണ്ട് നിറച്ച് പിശാചിനെ ആരാധിക്കുന്ന മാനവകുലത്തെ നശിപ്പിക്കാനും, വിശുദ്ധിയെ തകർക്കാനും, യുവത്വത്തെ നശിപ്പിക്കാനും, കുടുംബങ്ങളെ തകർക്കാനും വേണ്ടിയുള്ള പൈശാചിക സമൂഹങ്ങൾ സൃഷ്ടിച്ചുവിട്ട കാര്യങ്ങളാണ് ഈ മൊബൈലുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ. നോക്കിക്കോ, പൈശാചികമാണ്. കൊല്ലുന്ന ഗെയിമുകള്, ഇടിച്ചു കയറുന്ന അറ്റാക്കിംഗ് ഗെയിമുകള്, വെടിവെച്ചിടുന്ന ഗെയിമുകള്, ഒത്തിരിയേറെ തകർത്തെറിയുന്ന, കൊല്ലുന്ന, നശിപ്പിക്കുന്ന, ഇല്ലാതാക്കുന്ന ഗെയിമുകള്, ഇതെല്ലാം തന്നെ പൈശാചികമായ ആരോപിയുടെ ശക്തമായ സാന്നിധ്യത്തിൽ നിന്നും ഉണ്ടായതും ഇത് കണ്ടാൽ, കളിച്ചാൽ, കേട്ടാൽ
അതുമായിട്ട് ബന്ധപ്പെട്ട അരൂപികൾ മക്കളിലേക്ക് കയറുന്നതുമായ വലിയ പൈശാചികതയാണ് മക്കളെ ഈ മൊബൈലിന്റെ അവസ്ഥ. ഈ കോവിഡ് സമയത്ത് നമ്മൾ കണ്ടൊരു വലിയൊരു മേഖലയാണ് ഡ്രാമ, കൊറിയൻ ഡ്രാമ. മീഡിയയിൽ ശക്തമായിട്ട് വന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരിയേറെ പൈശാചികമായ സ്വപ്ന ലോകത്തേക്ക്, പ്രേമത്തിന്റെ സ്വപ്ന ലോകം, ഒരിക്കൽ പോലും പ്രായോഗികമല്ലാത്ത സ്നേഹബന്ധങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ജടിക പാപങ്ങള് ഒരു വശീകരണ ശക്തിയാൽ നിറയപ്പെട്ടുകൊണ്ട് അനേക മക്കളെ ഈ വശീകരണ ശക്തിയിൽ പെടുത്തി ഈ ഡ്രാമയിൽ കുടുങ്ങി സ്വഭാവത്തില്, ആസക്തിയില്, ബന്ധങ്ങളില് ഒരു സ്വപ്ന ലോകത്തിൽ എന്ന പോലെ പോയി നശിച്ചു പോയ, തകർന്നു പോയ അനേകം മക്കളെ എനിക്ക് നേരിട്ടറിയാം. അനേകം മക്കളെ കുറിച്ച് അനേക മാതാപിതാക്കള് പറയാന്, പങ്കുവെക്കാനിടയായി. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മൊബൈലിൽ കൂടെ കാണുന്ന കാര്യങ്ങള്, ഞാനിപ്പോ പറഞ്ഞില്ലേ, കേൾക്കുന്ന കാര്യങ്ങള്, കളിക്കുന്ന ഗെയിമുകള്, അതുമായിട്ട് ബന്ധപ്പെട്ട അരൂപികളുണ്ട്. അത് ഒരിക്കലും യാഥാർത്ഥ്യത്തോടോ വിശുദ്ധിയോടോ സ്നേഹത്തോടോ അല്ലെങ്കിൽ ചൈതന്യത്തോടോ ചേർന്നു പോകുന്ന ഒന്നല്ല. അവിടെ അറ്റാക്ക് ചെയ്യുക, നശിപ്പിക്കുക, ജഡികമായ സുഖം അനുഭവിക്കുക, ഒരിക്കൽ പോലും സംഭവിക്കാത്ത രീതിയിലുള്ള വലിയ മോഹങ്ങൾ കൊണ്ട് നിറയ്ക്കുക. അങ്ങനെ ഒരു സ്വപ്ന ലോകത്തില്, ഒരു മായാ മാസ്മരികതയില് നമ്മുടെ മക്കളെ അടിമപ്പെടുത്തും, അന്ധമാക്കും. ആ അന്ധതയിൽപ്പെട്ട് പല മക്കളും ഇറങ്ങിത്തിരിച്ചു പോയി, പലവന്റെ പിന്നാലെ പോയി. ഇവൻ കൊറിയയിലേക്ക് വരെ പോകാൻ വേണ്ടി നടന്ന പിള്ളേരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇവര് ചില കാണുമ്പോ പെട്ടെന്ന് വശീകരിക്കപ്പെടുന്നു. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, അതുകൊണ്ട് തന്നെ ഈ മൊബൈലിന്റെ പിടി അത് അടിമത്വത്തിലേക്ക് നയിക്കുന്ന വലിയ പൈശാചികതയാണ്. അതുകൊണ്ട് തന്നെ ഈ മൊബൈലിൽ കൂടെ നമുക്ക് മൊബൈൽ നല്ലതിന് ഉപയോഗിക്കാം കേട്ടോ, നല്ല കാര്യങ്ങൾക്ക്. പക്ഷെ നമ്മളൊരു കാര്യം കാണുമ്പോൾ അതിന്റെ പിന്നില് ഓരോരോ മേഖലകൾക്ക് ഈ പിശാചിന്റെ വർഗം അടിച്ചേൽപ്പിക്കും പല കാര്യങ്ങളും. അതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര അപകടകരമായിട്ട് കാണേണ്ട, ഉപയോഗിക്കേണ്ട ഒരു വസ്തുവാണ് മൊബൈല്. എന്താണൊരു കാര്യം നമ്മൾ മനസ്സിലാക്കിയില്ലേ? മൊബൈലിലൂടെ അനേക മക്കളുടെ പഠനം മുടങ്ങി, അനേക മക്കൾ അഡിക്റ്റഡ് ആയി, അനേക മക്കൾ ഫുൾ ടൈം ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു, അനേക മക്കൾ തെറ്റായ സ്നേഹബന്ധത്തിലേക്ക് പോയി, അനേക മക്കൾ മയക്കുമരുന്നിലേക്ക് പോയി, അനേക മക്കൾ പല പല മ്ലേച്ഛതയിലേക്കും അശുദ്ധിയിലേക്കും പല പല അടിമത്തങ്ങളിലേക്കും പഠനം മുടങ്ങി, ജോലി മുടങ്ങി, വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ തടസ്സങ്ങൾ വന്നു. അങ്ങനെ ഒത്തിരി തകർച്ചകളുടെ ചരിത്രങ്ങൾ നമ്മൾ ഇഷ്ടം പോലെ കേട്ടുകൊണ്ടിരിക്കും. ഇനി പെട്ടുപോയ മക്കളും, എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഈ അടിമത്തിൽപ്പെട്ട് ഓർക്കല്ല. നമുക്കത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ കണ്ണ് പോവും, ബുദ്ധിയൊക്കെ മന്ദിച്ചു പോവും, ഉറങ്ങാൻ പറ്റത്തില്ല. ഇത് കണ്ടുകൊണ്ടിരുന്നാല് ഉറങ്ങിയില്ലെങ്കിലും കുഴപ്പമില്ല. രാവും പകലും ദിവസങ്ങൾ ദിനരാത്രങ്ങൾ ഉറങ്ങാതെ കളിച്ചിരിക്കുന്ന മക്കള്, ഉറങ്ങാതെ മൊബൈല് കണ്ടുകൊണ്ടിരിക്കുന്ന മക്കള്, ഇതൊരു പ്രത്യേകമായ ഒരു പൈശാചികത രോഗത്തിലേക്ക്. ഉറങ്ങേണ്ട സമയത്ത് മനുഷ്യനെ ഉറങ്ങിയില്ലെങ്കിൽ തന്നെ അവന്റെ ആരോഗ്യ നില തെറ്റും, മാനസിക നില തെറ്റും. അതുകൊണ്ട് തന്നെ ഈ മൊബൈൽ വരുത്തി വെച്ച വിന വളരെയേറെ വലുതാണ്. അതുകൊണ്ട് അതിന്റെ പിടിയിൽ നിന്ന് നമ്മുടെ മക്കൾ മോചിപ്പിക്കപ്പെടാൻ വേണ്ടി കർത്താവിന്റെ പരിശുദ്ധ നാമത്തിലും കുരിശുമാന ശക്തിയിലും ഈ മൊബൈലുമായിട്ട് ബന്ധപ്പെട്ട പൈശാചിക അടിമത്തങ്ങളെ, ബന്ധനങ്ങളെ, കെട്ടുകളെ പൊട്ടിച്ചെറിഞ്ഞ് നമ്മുടെ കർത്താവിന്റെ നാമത്തിൽ നമ്മുടെ മക്കളെ വിടുവിച്ചെടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കണം. ഇന്ന് മാത്രമല്ല മക്കളെ, ഇതിനു വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കണം. ഉപദേശിച്ചിട്ട് കാര്യമില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം അമ്മച്ചി പറയായിരുന്നു, മോളിങ്ങനെ ഫുൾ ടൈം മൊബൈലാ. അവളുടെ മൊബൈല് നിർബന്ധിച്ച് വാങ്ങിച്ചു കഴിഞ്ഞപ്പോ ഇവളുടെ മുഖം മാറി, ഒരു പിശാച് ബാധിച്ച പോലെ ഭയങ്കര ഒച്ചപ്പാട്. അവളുടെ ഒച്ചയ്ക്ക് അങ്ങ് ദൂരെ കേൾക്കും, അതുപോലെ അലറി വിളിക്കുന്നു. അവൾ തല്ലിപ്പൊളിക്കുന്നു, വലിച്ചെറിയുന്നു, ഇടിക്കുന്നു, തല്ലിപ്പൊളിക്കുന്നു, പിശാച് കയറിയ പോലെ. കുറച്ചേപ്പോ ഒരു മൊബൈല തിരിച്ചു കൊടുത്തു, കിട്ടിയപ്പോ തന്നെ ഉണ്ടല്ലോ പെട്ടെന്ന് അവള് കൂളായി. അപ്പൊ അതിന്റെ പവർ വയ്ക്കുക നിങ്ങൾ. ഇതൊന്നും നല്ല കേട്ടോ, ഇഷ്ടം പോലെ അനുഭവങ്ങൾ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ. അത്രമാത്രം അടിമത്തമാണിത്, അത്രമാത്രം പൈശാചികമാണിത്, അത്രമാത്രം ബന്ധിക്കപ്പെട്ട അവസ്ഥയിലാണിത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് നിരന്തരം ഈ മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മുടെ മക്കളെ ഈ പിടിയിൽ നിന്ന്, ഈ അടിമത്തത്തിൽ നിന്ന്, ഈ ബന്ധനത്തിൽ നിന്ന്, ഞാൻ പറഞ്ഞില്ലേ, ഈ ഗെയിമുകളും
ഈ ചില ആപ്പുകളും ചില സൈറ്റുകളും ഒക്കെ പടച്ചു വിടുമ്പോ അത് കയറണമെങ്കിൽ എഗ്രിമെന്റ് ആരുമായിട്ട്? പിശാചുമായിട്ട്, അവന്റെ ഓണർഷിപ്പ്, അവനുമായിട്ട് ഉടമ്പടി, അങ്ങനെ ഉടമ്പടി ചെയ്ത് അവരുമായിട്ട് എഗ്രിമെന്റ് ചെയ്ത് അനേക മക്കള് പിശാചിന്റെ പിടിയില് എഗ്രിമെന്റ് ചെയ്ത് വീഴ്ത്തപ്പെട്ടപ്പോ, കെട്ടപ്പെട്ടപ്പോ രക്ഷപ്പെടാൻ പറ്റാതെ വേദനിക്കുന്ന അനേക മക്കളുണ്ട്. ഇനി വേറെ കാര്യം പറയട്ടെ, അനേകം മക്കൾക്ക് ആഗ്രഹമുണ്ട്. എന്നോട് തുറന്നു പറഞ്ഞു, പറ്റണില്ല, എനിക്ക് പറ്റണില്ല, എനിക്ക് ആഗ്രഹമുണ്ട്, അറിയാണ്ട് കൈപ്പുക, അത് കണ്ടില്ലെങ്കിൽ കേട്ടില്ലെങ്കിൽ കളിച്ചില്ലെങ്കിൽ ആകപ്പാടെ വെപ്രാളം, ശരീരം വിറയ്ക്കുന്നു. പണ്ടൊക്കെ ഈ മദ്യം കിട്ടാതിരിക്കുമ്പോ ആളുകൾ കൈവിറയ്ക്കുന്ന പോലെയാ. ഇന്ന് മൊബൈൽ കിട്ടിയില്ലെങ്കിൽ, ആ ഗെയിം കളിച്ചില്ലെങ്കിൽ, ആ ബ്ലൂ ഫിലിം കണ്ടില്ലെങ്കിൽ, ആ ഡ്രാമ കണ്ടില്ലെങ്കിൽ ആകപ്പാടെ അസ്വസ്ഥതപ്പെടുന്ന ശരീരവും മനസ്സും ജീവിതങ്ങളും. എത്രയോ പ്രാർത്ഥിക്കേണ്ട മേഖലയെ മക്കളെ. അതുകൊണ്ട് ഇന്ന് നമുക്ക് ആരാധനയില് ഒരു വലിയ ഡെലിവറൻസിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ മക്കൾ ഇതിൽ ചെന്ന് പെടാതിരിക്കാൻ നല്ല സംരക്ഷണം വേണം, നല്ല സംരക്ഷണം. കാരണം ഇതൊക്കെ ഇന്ന് എല്ലായിടത്തും ഭയങ്കര ലഭ്യമാണ്, സുലഭമാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ അതിൽ പൊതിഞ്ഞു പിടിക്കണമേ എന്നും വേണ്ട സുരക്ഷിതത്വം നൽകി അനുഗ്രഹിക്കുക മാത്രമല്ല, ഇതിനോട് കയറിപ്പറ്റിയ പൈശാചിക ശക്തികളെ, ആധിപത്യങ്ങളെ യേശു നാമത്തിൽ തകർത്ത് ബന്ധിച്ച് നിർവീര്യമാക്കി കർത്താവിന്റെ തിരുരക്തത്താൽ മുറിവുണക്കി അങ്ങനെ തിരുമുറിവിനാല് എല്ലാം സുഖപ്പെടുത്തി ഞങ്ങളുടെ മക്കളെ. അതോടൊപ്പം നമ്മളും പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തില് പല മേഖലയിലും അങ്ങനെയൊക്കെ തന്നെയല്ലേ. ഇവൻ അമ്മച്ചിമാരും അപ്പച്ചന്മാരും കുടുംബത്തിലുള്ള പ്രായമായവരൊക്കെ ഇന്ന് ഒരു മേഖലയിൽ മറ്റൊരു മേഖലയിൽ ഈ അഡിക്ഷൻ വളരെ ശക്തമാണ്. പ്രിയപ്പെട്ടവരെ, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വലിയ വിടുതലിനും സംരക്ഷണത്തിനും വേണ്ടി നമുക്കിന്ന് ആരാധനയെ പ്രാർത്ഥിക്കും. നമ്മുടെ മക്കളെ ചേർത്ത് പിടിച്ച് കർത്താവിന്റെ കരുണയിലൂടെയുള്ള സൗഖ്യവും വിടുതലും ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷെ എല്ലാ മക്കളെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി അങ്ങയുടെ മക്കളായ ഞങ്ങളെ അങ്ങയുടെ തിരുസന്നിധിയിൽ ഓരോ ദിവസവും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഓരോ മേഖലകളെയും കുറിച്ചുള്ള തിരിച്ചറിവ് നൽകി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അങ്ങ് ഞങ്ങളെ കൂട്ടിച്ചേർത്തിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ഈ മോണിക്ക പ്രാർത്ഥനയോർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈ കാലഘട്ടത്തിൽ അത്യന്താപേക്ഷിതമായ വലിയ ആവശ്യകതയുള്ള വലിയൊരു മേഖലയ്ക്കായിട്ട് അങ്ങ് ഞങ്ങളെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടി മക്കൾക്ക് വേണ്ടി കരമുയർത്തി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ വിളിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇങ്ങനൊരു കൂട്ടായ്മ ഒരുക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുമ്പോൾ ഈ കൂട്ടായ്മയിലുള്ള ഓരോ മക്കളെയും ഓരോ കുടുംബങ്ങളെയും കർത്താവ്, മക്കൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് അങ്ങ് ഇടപെടുന്നതിനെ ഓർത്ത്, അങ്ങയുടെ ശക്തി പ്രകടമാക്കുന്നതിനെ ഓർത്ത്, അങ്ങ് നൽകുന്ന കൃപകളെ ഓർത്ത്, അങ്ങയുടെ സംരക്ഷണത്തെ ഓർത്ത് സ്വയെ അങ്ങയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് അങ്ങയിൽ മാത്രം ശരണപ്പെട്ടുകൊണ്ട് ഞങ്ങളൊന്ന് ചേർന്ന് സർവാധിപനും സർവശക്തനുമായ കർത്താവെ ഞങ്ങളങ്ങെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്ന കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. നന്ദി. സ്തുതി. ആരാധന. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ദേഹം തേടി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി അവൻ നൽകിയിടും. കർത്താവേ, ഞങ്ങളുടെ മക്കളുടെ ഓരോരുത്തരെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, പല അടിമത്തങ്ങള്, പൈശാചിക ആക്രമണങ്ങള്, അവൻ്റെതായ ചില ഉപകരണങ്ങള്, മാധ്യമങ്ങള്, ഗെയിമുകള്, കർത്താവേ, മൊബൈലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അടിമത്തങ്ങളോടുകൂടി ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. മൊബൈലിലൂടെ പിശാച് അടിമപ്പെടുത്തി പല ഗെയിമുകളിലും പല സൈറ്റുകളിലും ഡ്രാമ പോലുള്ള പല സിനിമകളിലും ഞങ്ങളുടെ മക്കളെ കുടുക്കി വച്ചിരിക്കുന്ന പൈശാചിക കുടുക്കുകളെ, പൈശാചിക കെണികളെ, അവൻ കെട്ടിവച്ച കോട്ടകളെ, അവൻ കിഴിച്ചു വച്ച കെണികളെ, അവൻ വിരിച്ചു വച്ച വലകളെ ഈശോയെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു.
അതിലൊക്കെ കുടുങ്ങി ഞങ്ങളുടെ മക്കൾ ഇന്ന് അടിമപ്പെട്ട് കിടക്കുമ്പോ, ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോ, കുടുക്കപ്പെട്ട് കിടക്കുമ്പോ, ഈശോയെ അങ്ങല്ലാതെ ഞങ്ങളുടെ മക്കളെ രക്ഷിക്കുവാൻ ആരുമില്ല. 2 പത്രോസ് 2:19 പറയുന്നുണ്ടല്ലോ, ഏതിനാൽ ഒരുവൻ തോൽപ്പിക്കപ്പെടുന്നുവോ അതിന്റെ അടിമയാണ് അവൻ. ഈശോയെ ഞങ്ങളുടെ മക്കൾ ഇന്ന് പലതിന്റെയും അടിമകളായിപ്പോയി. ഞങ്ങളും ചിലപ്പോഴെങ്കിലും പല അടിമത്തത്തിലേക്ക് വീണു പോയിട്ടുണ്ട്. ഈശോയെ ഈ അടിമത്തത്തിൽ നിന്ന്, ഈ അഗാധത്തിൽ നിന്ന്, ഈ ചെളിക്കുണ്ടിൽ നിന്ന് ഞങ്ങൾ വിളിച്ചപേക്ഷിക്കുന്നു. അങ്ങ് ഇറങ്ങി വരണമേ, ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തണമേ. കടലിൽ താണുപോയ പത്രോസ്ലിഹായെ കൈനീട്ടിക്കൊടുത്ത് അവനെ പിടിച്ചു വലിച്ചുയർത്തിയ കർത്താവേ, ഈ ആഴത്തിൽ നിന്ന്, ഈ കെണിയിൽ നിന്ന്, ഈ പൈശാചിക വലയിൽ നിന്ന് ഞങ്ങളുടെ മക്കളെ അങ്ങ് തന്നെ മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉന്നതമായ അഭിഷേകം, ഉന്നതമായ ശക്തിയാൽ കർത്താവേ ഞങ്ങളുടെ എല്ലാ മക്കളെയും അവിടുന്ന് നിറയ്ക്കണമേ. പുതിയ അഭിഷേകത്തില്, പുതിയ കൃപകളില്, പുതിയ ചൈതന്യത്തില്, വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് ഞങ്ങളുടെ മക്കളെ അങ്ങ് നയിക്കണമേ. കർത്താവേ, ഞങ്ങളിന്ന് അറിയുന്നു ഞങ്ങളുടെ മക്കൾ പലതിന്റെയും അടിമകളാണ്. ദുഷ്ടന്റെ ശക്തി വലയത്തിലാണ്, അവന്റെ ഇരയായിട്ട് മാറിയിട്ടുണ്ട്. ഞങ്ങളെ മക്കളെ കാർന്നു തിരുന്നു. അവരുടെ പഠനത്തെ, സ്വഭാവത്തെ, ജീവിതത്തെ, വിശുദ്ധിയെ കാർന്നു തിന്നുകൊണ്ട് നശിപ്പിക്കുന്ന വലിയ അടിമത്തം, ദുഷ്ടന്റെ ശക്തി കർത്താവേ ഞങ്ങളുടെ മക്കൾ നേരിടുകയാണ്. ഞങ്ങളെല്ലാ മക്കളെയും തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കെട്ടപ്പെട്ട് കിടക്കുന്ന മക്കള്, ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന മക്കള്, അതിലൂടെ സാത്താൻ കണ്ണുകെട്ടി, ഒന്നും കാണാൻ പറ്റുന്നില്ല, ഭക്ഷണം വേണ്ട, ഉറക്കം വേണ്ട, പഠിക്കണ്ട, ജോലിക്ക് പോകണ്ട, എല്ലാത്തിനും മടി, സാത്താൻ അടിമപ്പെടുത്തി വച്ചിരിക്കുന്ന ഈ മേഖലകളിൽ നിന്ന് യേശുവേ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ അടിമത്തത്തിൽ നിന്ന്, ഈ ബന്ധത്തിൽ നിന്ന് യേശുനാമത്തിൽ ഞങ്ങളുടെ മക്കളെ ബന്ധിച്ച്, ബഹിഷ്കരിച്ച്, നിർവീര്യമാക്കി വീണ്ടെടുത്ത് കർത്താവേ അങ്ങയുടെ സ്വന്തമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളെല്ലാ മക്കളെയും അങ്ങേ തിരുസന്നിധിയില്, അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി പുറപ്പെടട്ടെ കർത്താവേ. ഞങ്ങളുടെ മക്കളിലേക്ക്, ഈ അടിമത്തത്തിലേക്ക്, ഈ കെണികളിലേക്ക്, ഈ വലകളിലേക്ക്, യേശുവേ ഈ അടിമത്തത്തിലേക്ക് അങ്ങയുടെ ശക്തി പ്രകടമാക്കി, ശക്തി പ്രവഹിപ്പിച്ച് അങ്ങയുടെ മക്കളെ വിടുവിക്കണം, മോചിപ്പിക്കണം. അനേകരിൽ നിന്ന് പിശാചുക്കളെ ബഹിഷ്കരിച്ചുകൊണ്ട് അനേകം മക്കളെ സ്വതന്ത്രരാക്കി സൗഖ്യപ്പെടുത്തിയ, വിശുദ്ധീകരിച്ച, പാപത്തിൽ നിന്നൊക്കെ മോചിപ്പിച്ച അങ്ങയുടെ കരുണയുടെ ശക്തി ദിവ്യകാരുണ്യത്തിൽ നിന്ന് ഇപ്പോൾ ഞങ്ങളുടെ മക്കളിലേക്ക് പ്രവഹിക്കട്ടെ, ഞങ്ങളുടെ മക്കളിലേക്ക് പ്രവഹിക്കട്ടെ. ജീസസ്, റിലീസ് യുവർ പവർ, റിലീസ് യുവർ പവർ. കർത്താവേ അങ്ങയുടെ ശക്തി പുറപ്പെടട്ടെ. രക്തസ്രാവം പറ്റിയ സ്ത്രീ അങ്ങയെ തൊട്ടപ്പോൾ അങ്ങിൽ നിന്ന് പ്രവഹിച്ച ആ വലിയ ശക്തി ഇപ്പോൾ എല്ലാ മക്കളിലേക്കും പ്രവഹിക്കട്ടെ. ലൂക്കാ 6:19 അവരിൽ നിന്ന് ശക്തി പുറപ്പെട്ട് അനേകം രോഗികൾ സുഖമാക്കപ്പെട്ടു. വചനത്തിൽ അത്ഭുത ശക്തിയാൽ അങ്ങയിൽ നിന്ന് ശക്തി പുറപ്പെടട്ടെ. എല്ലാ മക്കളെ സുഖപ്പെടുത്തുന്ന, വിടുവിക്കുന്ന ശക്തി പുറപ്പെടട്ടെ. കണ്ടു പ്രാർത്ഥിക്കുന്നു. എല്ലാ മക്കളിലേക്കും കർത്താവിന്റെ ശക്തി പുറപ്പെടുന്നത് കണ്ടു പ്രാർത്ഥിക്കുന്നു. ഈശോയെ ആ ശക്തി അങ്ങയുടെ മക്കൾ അനുഭവിക്കട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ, മോചനം പ്രാപിക്കട്ടെ. അടിമത്തങ്ങളും ബന്ധനങ്ങളും കെട്ടുകളും വലകളും തകർക്കപ്പെടട്ടെ. ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മക്കളുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളും അവസ്ഥകളും സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് നിശബ്ദമായി മൗനമായിട്ട് ഈശോയോട് പ്രാർത്ഥിക്കാം. മക്കളെ, കർത്താവേ അവിടുത്തെ വലിയ ശക്തി പുറപ്പെടുവിച്ചുകൊണ്ട്, ശക്തി പ്രകടമാക്കിക്കൊണ്ട് ഞങ്ങളുടെ മക്കളെ മോചിപ്പിക്കണമേ, സൗഖ്യം നൽകണമേ, വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.